ഹായ് ഫ്രണ്ട്സ്, ആർ ബി ബ്ലോഗർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ് ഐറ്റം എന്ന് ഞാൻ പറഞ്ഞുതരാം. പൈനാപ്പിൾ കൊണ്ടൊരു പായസമാണ്. എന്തോ പൈനാപ്പിൾ കൊണ്ടൊരു പായസം എന്ന് വിചാരിച്ചു. പായസങ്ങൾ കുറേ കുടിച്ചിട്ടുണ്ടാവും. സേമിയ കുടിച്ചിട്ടുണ്ടാവും, പാലട കുടിച്ചിട്ടുണ്ടാവും, ഗോതമ്പ് കുടിച്ചിട്ടുണ്ടാവും, സേമിയ കുടിച്ചിട്ടുണ്ടാവും, പലതരത്തിലുള്ള പായസങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന പായസം അത് വേറൊരു ലെവലാട്ടോ. അതായത് പൈനാപ്പിൾ കൊണ്ടൊരു അടിപൊളിക്ക് ഒരു ഐറ്റമാണ്. അതായത് പൈനാപ്പിൾ പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ പായസം എന്തൊക്കെയാണ്, ആ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് പോയി നോക്കാം. ഒരു അടിപൊളി ഐറ്റാട്ടോ. ഇത് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കും വേണം. തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. എന്നാൽ ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. ആകെ 5 ഐറ്റം: പാല്, പൈനാപ്പിൾ, പഞ്ചസാര, സാബുനരി, മിൽക്ക് മെയ്ഡ്. ഇത്രയും ഐറ്റം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പായസം തയ്യാറാക്കുന്നത്. പൈനാപ്പിൾ കൊണ്ട് നിങ്ങൾ ആരും ഒരു പായസം കുടിച്ചണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്കിത് ഉണ്ടാക്കി നോക്കിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അതുണ്ടാക്കുന്ന രൂപം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൽ പോയി നോക്കാം. നമുക്കിതാ സാബുനരി ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് അത് നമ്മൾ സാബുനരി തിളപ്പിക്കാൻ വേണ്ടി പോകാം കേട്ടോ. 1-2 കൂക്ക് ചെയ്ത് കൂക്കേണ്ടേ ഉള്ളൂ. ഇത് ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പോൾ ഇതാ ഇത്ര ഉണ്ട്. ഇനി ഇത് മൂടാൻ മാത്രമുള്ളൊരു വെള്ളം ഇതിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിച്ചു. ഇനി നമ്മൾ ഇതാ നേരെ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിതിലിതാ ഈ ഒരു ടീസ്പൂണ് ഇതിലിടുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇത് തിളച്ച് മറിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ആയിട്ടോ. കുറച്ച്, വളരെ കുറച്ച് ഉപ്പ് ഇട്ടണോ ചോദിച്ചാൽ ഇട്ടണമെന്ന് പറയാൻ മാത്രമുള്ള ഒരു ഉപ്പ് നമ്മൾ ഇതിനൊക്കെ ഒന്ന് ഇടുക കേട്ടോ. എന്താ ഇനി ഇത് നന്നാക്കി ഒന്ന് മൂടുക. നേരെ വെച്ചിട്ട് അടക്കുക. 2 വിസിൽ മതി കേട്ടോ, അധികം ആവണ്ട. പൈനാപ്പിൾ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചൂടാക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞതാ. നല്ല ചട്ടി ഇതാ, അടിപൊളി ചട്ടി ഓണാക്കുക. നേരെ പൈനാപ്പിൾ തീക്കിട്ട് കേട്ടോ. പൈനാപ്പിൾ ഉണ്ട് നിങ്ങൾ ചെറുതാക്കി കട്ട് ചെയ്താൽ കേട്ടോ. ഇനി ഇട്ടിട്ട് നമുക്ക് പഞ്ചസാര നമ്മൾ ആവശ്യത്തിനാണ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ എടുത്തത് ഒരു പൈനാപ്പിൾ ആട്ടോ. ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് എടുത്തിട്ട് അതിക്ക് നമ്മൾ ഇവിടെ ഇടുന്നത് ഒരു ബോള് പഞ്ചസാര ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ഇട്ടാൽ മതി. ഇത് നമ്മൾ മൊത്തത്തിൽ ഇതിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര പൈനാപ്പിൾ ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് നല്ലോണം വേവിക്കട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ വരണമെങ്കിലുണ്ടല്ലോ, നമ്മളിത് ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് പൈനാപ്പിൾ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചിട്ട് അത് നേരെ ഇതിലേക്ക് ഇങ്ങനെ പാർന്നു കൊടുക്കുക. ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടൊന്നും വേണ്ട. അടിയിൽ പിടിക്കൊന്നുമില്ല. അടിയിൽ പിടിക്കുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇളക്കും ചെയ്യാം കേട്ടോ. അതിനൊന്നും ഇപ്പോൾ ഇഷ്ടമല്ലാന്ന് ആരും ഒന്നും പറയില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു ഇപ്പോൾ യെല്ലോ കളറാണ് നമ്മൾ ഈ ഇതുള്ളത്. പൈനാപ്പിൾ ഇപ്പോൾ അതേ യെല്ലോ തന്നെയാണല്ലോ. ഇതിന് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ ബ്രൗൺ കളറായി മാറും കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കർ ഇതാ 1ാമത്തെ വിസിലടിച്ചിട്ടോ. 1ാമത്തെ വിസിലടിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2ാമത്തെ വിസിലുണ്ട്. അതാണ് അതിൻ്റെ ടൈം. ഓക്കെ, ഇപ്പോൾ 2ാമത്തെ വിസിലടിച്ചു. അപ്പോൾ നമ്മളെ സാബുനരി ഏകദേശം വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു തെളിവ് കേട്ടോ. അതിനാണ് 2 വിസിൽ. അപ്പോൾ ഓക്കെ, ഈ സാബുനരി എങ്ങനെ ആയിരുന്നു നോക്കട്ടോ. അയ്യോ, സാബുനരി ഏകദേശം കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ ഇതിവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് പാല് തിളപ്പിക്കാം കേട്ടോ. പാൽ ഇതാ 3 പാക്കറ്റ് പാലുണ്ട്. ആ 3 പാക്കറ്റ് പാല് നമ്മളിതാ ഇതിലാണ് തിളപ്പിക്കുന്നത്. അതിൽ കുറച്ച് നമുക്ക് പാല് ഇതിലേക്ക് പാലാണ്. ഇവന്മാരൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് വെള്ളം കൂട്ടിയാൽ മതി.
പാല് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ പിന്നെ ബടായി ഇടാൻ അപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിമൊക്കെ ശ്രദ്ധ വേണം. തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇളക്കി കൊടുക്കുക. ഓക്കെ, നമ്മൾ പാല് തിളപ്പിക്കുമ്പം അതിലേക്ക് നമുക്ക് ഈ ഒരു ബോള് പഞ്ചസാര നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് മധുരം കുറവാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ വീണ്ടും ഉപയോഗിക്കുക. അപ്പോൾ ഇത് നമുക്ക് തീക്കുക കേട്ടോ. ഇനി നമുക്കിതാ പിന്നെ ഈ പാലിലേക്ക് ഒഴിക്കാനുള്ളതാ മിൽക്ക് മേഡ് കേട്ടോ. മിൽക്ക് മേഡ് ഇങ്ങോട്ട് പൊട്ടിക്കുക, നേരെ ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കുക. ഇത് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, നന്നാക്കി ഇളക്കണേ. ഞാനിപ്പോൾ അപ്പോൾ പായസങ്ങൾ പലതരത്തിലുള്ള പായസം കുടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ വെറൈറ്റി പായസങ്ങൾ ആരും കുടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് വേറൊരു പായസം കേട്ടോ. ഇത് പൈനാപ്പിൾ പായസമാണ്. ഇത് വേറെ ലെവലാണ്. സാബുനരി ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കാതെ നിന്നാൽ സാബുനരി കട്ട പിടിക്കട്ടോ. കട്ട പിടിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സാബുനരി ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരെ പാലിലേക്ക് ഇടാൻ പോവാണ്. ഇത് ഇട്ടിട്ട് കുറച്ചൊന്ന് ഇട്ടിട്ട് പാലിൽ നടക്കണത്. ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിലുള്ളത് നമ്മൾ ഇതിലുള്ളത് കേട്ടോ. ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പാലിപ്പുറത്ത് ഇപ്പോൾ ഇതാ പാല് അത്യാവശ്യം ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പൈനാപ്പിളും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും മിക്സാക്കാൻ പാടില്ല. ഇതൊന്ന് ലോ ഫ്ലോയിലിടുക, അതായത് ഒന്ന് കുറക്കുക. കുറച്ചിട്ട് ഒന്ന് ചൂട് ആറിയതിന് ശേഷം മാത്രം എന്താക്കുക, ഈ പൈനാപ്പിളും ചൂടാറിയതിന് ശേഷം രണ്ടും പാടെ മിക്സ് ആക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുത്ത പണിയൊക്കെ എന്താവും, ബാത്തിലായി പോകും. സംഗതി മനസ്സിലായില്ലേ? ബാത്തിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ കുടിച്ചാൻ പറ്റാത്ത കുളത്തിലായി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ചൂടാറിയതിന് ശേഷം മിക്സ് ആക്കട്ടോ. അപ്പോൾ ഞാനിതിൽ ആദ്യം ഇട്ട പഞ്ചസാര ഞാനൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ പഞ്ചസാരൻ്റെ ലേശം കുറവ് തോന്നി. അപ്പോൾ ഞാനിതാ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിതാ നമ്മൾ ഓഫ് ചെയ്ത് കേട്ടോ. ഇതാ പാലിതാ നന്നാക്കി തിളച്ചുകൊണ്ടിരിക്കണ്ടില്ലേ, നന്നാക്കി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി രണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൈനാപ്പിൾ ഇതും അതേപോലെ തന്നെ പെട്ടെന്ന് ചൂടാറണം. ചൂടാറാനുള്ള ഓരോ പരിപാടികളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചട്ടിയിൽ തന്നെ ആയി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മാറ്റി കൊടുക്കാം. നമുക്ക് ഇതൊന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ പെട്ടെന്ന് ചൂടായി കിട്ടും. ഇതിൻ്റെ മറ്റുള്ളൊരു പാത്രത്തേക്ക് മാറ്റട്ടോ. മാറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് പെട്ടെന്ന് ചൂടാറണം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവേശം മൂത്തുന്നത്. അതുകൊണ്ട് ഇത് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് വയ്ക്കുകയാണ് ഞങ്ങൾ കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഒട്ടും കാത്തിക്കാൻ സമയമല്ല. അതുകൊണ്ട് ഓരോരോ പരിപാടി എങ്ങനെയാണോ നമുക്ക് ഈ പാല് തണുപ്പിക്കാൻ പറ്റുക ആ ഒരു മാർഗ്ഗമൊക്കെ ഞാൻ സ്വീകരിക്കുകയാണ്. ഓക്കെ, അപ്പം അതിൽ വെള്ളം നിറക്കുക. ഇത് നേരെ ഇതിലേക്ക് ഇറക്കി വെക്കുക. അയ്യോ നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്താണ്ടല്ലോ, അരമണിക്കൂർ കൊണ്ട് ചൂടാറേണ്ടത് ഒരു 10 മിനിറ്റ് കൊണ്ട് ചൂടാറി കിട്ടും. കുടിച്ചാണ്ടിട്ടോ, അല്ലെങ്കിൽ ഉള്ളിൽ കൊള്ളായി പോകും. ഈ പാല് ഇത് ചൂടാറിയിട്ടുണ്ട്, ഇതും ചൂടാറിയിട്ടുണ്ട്. ഇത് രണ്ടും ഇനി ഒരു മിക്സാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പാലിലേക്ക് ഈ പൈനാപ്പിൾ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. നിൽക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ.
പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ടാൽ ഇങ്ങനെ നിൽക്കാതെ കുറച്ചുകൊണ്ട് അത് റെഡിയായിട്ടോ. പിന്നെ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇത്തരം പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പം എന്നാൽ ഓക്കെ. ഇനി നമുക്കിത് മാക്സിമം തണുത്തിട്ടാണ് ഇത് ശരിക്കും കുടിക്കേണ്ടി കേട്ടോ. എന്നാൽ ഒന്നുകൂടി ടാക്സ് ഉണ്ടാവും. ഈ ഒരു ചൂടോടൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമല്ല, അങ്ങനെയും കുടിക്കാം. തണുത്താൽ വളരെ നല്ലത്.